Hi all, welcome to XandY Learning. പല കുട്ടികളുടെയും നോട്ടുകൾ കാണുമ്പോൾ പല രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. ചിലർ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കോപ്പി ചെയ്തു വെക്കും. ചിലർ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ എന്തൊക്കെയോ കുത്തി വരഞ്ഞ് അവൻക്കും മനസ്സിലാവൂല, മറ്റുള്ളവർക്കും മനസ്സിലാവാത്ത രൂപത്തിലായിരിക്കും പലപ്പോഴും നോട്ട് എഴുതിയിട്ടുണ്ടാവുക. എങ്ങനെ നല്ലൊരു നോട്ട് എഴുതാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരു നോട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഒരു ഒതന്റിക്കായ സോഴ്സിൽ നിന്നാണ് നമ്മൾ എഴുതുന്നതെന്ന് ഉറപ്പാക്കണം. ഏതെങ്കിലുമൊക്കെ ഫേക്കായ കാര്യങ്ങളായിട്ടാണ് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുന്നതെങ്കിൽ അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരിക. ആ പഠിക്കുന്ന മുഴുവൻ എന്തായിരിക്കും, തെറ്റുമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്കൊന്ന് പോയിന്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തത്, ആ നോട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടാവണമെന്നുള്ളതാണ്. ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായി എഴുതുന്നതിന് മുമ്പ് തന്നെ ചില പ്ലാനിങ്ങുകൾ വേണം. ഏകദേശം എത്രത്തോളം എഴുതാനുണ്ടാകും, അല്ലെങ്കിൽ ഒരു പേജിൽ തന്നെ എഴുതിയാൽ തീരുമോ, അല്ലെങ്കിൽ അതിൽ പിക്ചറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര സ്പേസ് ഒഴിച്ചിടണം, അങ്ങനെ ഒരു പ്ലാനിങ് നമ്മൾ എഴുതുന്നതിന് മുന്നേ തന്നെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയുള്ള നോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ടൈറ്റിലും സബ് ടൈറ്റിലും ഒക്കെ ഒരു നല്ല നോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ആ ഒരു രൂപത്തിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഹെഡിങ്, അത് താഴെ ABC അങ്ങനെ സബ് ഹെഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ആ നോട്ട് വായിക്കാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തോന്നും. അപ്പോൾ ഹെഡിങ്ങും ടൈറ്റിൽസും ഒക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റുകളായിട്ട് എഴുതാം. വലിയ പാരഗ്രാഫുകൾ നോട്ട് എഴുതിയാൽ ആരും വായിക്കാൻ പോകുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല. നേരെ മറിച്ച് ഒരു ബുള്ളറ്റ് പോയിന്റുകൾ വെച്ച് അല്ലെങ്കിൽ നമ്പറൊക്കെ വെച്ച് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ആ നോട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എക്സാം പോലെയുള്ള കാര്യങ്ങൾക്കും വായിക്കാനും ഒക്കെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമാകും. ഇനി രണ്ടാമതെന്നുള്ളത്, അതിന് കൃത്യമായ ചില ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ ഫോർമാറ്റ് എന്ന് പറയുന്നത്? ഒന്ന്, നമുക്ക് അതിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വളരെ വലുതാക്കി എഴുതി വയ്ക്കും, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആ നോട്ടിൽ ഒരു പേജിൽ ഉൾക്കൊള്ളൂ. ചിലർ വളരെ ചെറുതാക്കിയും എഴുതി വെക്കും. രണ്ടുമല്ല, ഒരു മീഡിയം സൈസിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് വലുതാക്കി എഴുതാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നോട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ചെറിയ ക്ലാസ്സിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ കോപ്പിയൊക്കെ എഴുതി ശീലിച്ചിട്ടുണ്ടാകും. വൃത്തിയുള്ള ഹാൻഡ് റൈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ തന്നെ ഒരു ടീച്ചർക്ക് വായിക്കാൻ തോന്നുന്ന രൂപത്തിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ച് ഒന്നായിട്ട് കൂട്ടിക്കലർത്തി എഴുതി വായിക്കാൻ പറ്റാത്ത രൂപത്തിലാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കറക്റ്റായ ഉത്തരമാണ് പരീക്ഷ പേപ്പറിലൊക്കെ എഴുതുന്നതെങ്കിൽ പോലും അത് ടീച്ചർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് മാർക്ക് കുറയുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫോണ്ടും ആ ഫോണ്ട് സൈസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും വളരെ മോശം കൈയക്ഷരമൊക്കെ ഉള്ളവർക്ക് കോപ്പിയൊക്കെ എഴുതി നോക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ബുള്ളറ്റ് പോയിന്റ്സും നമ്പറിങ്ങും ഒക്കെ എന്ത് ചെയ്യാം, ആ ഹൈറാർക്കി അനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിൽ ചേർക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ചില പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഹൈലൈറ്റിങ് ചെയ്യാം. അതിനു വേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഒരു നോട്ടിൽ തന്നെ കാണുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ നോട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്, എക്സാമിന് നമ്മൾ പ്രത്യേകം നോക്കേണ്ട പോയിന്റ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു പോയിന്റ് ഉള്ളത് സിംപ്ലിഫൈ ആൻഡ് സമ്മറൈസ് എന്നുള്ളതാണ്. നമ്മൾ നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ടെക്സ്റ്റ് ബുക്കിലത്തെ അതേ കാര്യങ്ങൾ കോപ്പി അടിക്കുന്ന ഒരു സംഗതി ആവരുത്. അല്ലെങ്കിൽ എന്താണോ നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനൊരു നോട്ട് നിങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാനിവിടെ പറയുന്ന ഓരോ പോയിന്റും വള്ളി പുള്ളി വിടാതെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അതിലെ പ്രധാനപ്പെട്ട മെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. അതിനാണ് നോട്ട്. അല്ലെങ്കിൽ പറയുന്ന ഓരോ അക്ഷരങ്ങളും എഴുതുന്നതിനെ നമ്മൾ ടെക്സ്റ്റ് എന്നേ പറയുള്ളൂ, അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ അവോയ്ഡ് അൺനെസസറി ഡീറ്റെയിൽസ്, ആവശ്യമില്ലാത്ത പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എനിക്ക് ഏറ്റവും നമ്മുടെ സ്റ്റുഡൻസിനോട് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, നമ്മുടെ യുവർ ഓൺ വേർഡ്സ്, നമ്മുടെ വേർഡ്സിൽ എന്ത് ചെയ്യണം, നോട്ട് എഴുതാൻ പറ്റണം. ടീച്ചർ പറയുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങൾ അതേപോലെ എഴുതേണ്ട ആവശ്യം ഇല്ല. നേരെ മറിച്ച് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ രണ്ടാണ് കാര്യം. ഒന്ന്, നമ്മൾ ആ നോട്ട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. അഥവാ ജസ്റ്റ് എന്ത് ചെയ്യൂല, ബൈ ഹാർട്ട് ചെയ്യുന്ന രൂപത്തിലാവൂല. അത് നമ്മുടെ നോട്ട് ബുക്കിലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ
നമ്മളെ മനസ്സിലും ഉണ്ടാകും. ഒരിക്കലും നമ്മൾ മറക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നമുക്ക് എക്സാമിനും എന്ത് ചെയ്യും, ഉപകാരപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഡെഫിനിഷൻ ഒക്കെ ഉണ്ടാകും. ആ ഡെഫിനിഷനൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും നമ്മുടെ ടേംസുകൾക്ക് അപ്പുറത്ത് ആ ഡെഫിനിഷൻ എന്താണോ അത് അതേപോലെ എഴുതുന്നതാകും കുറച്ചും കൂടി നന്നാവുക, പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ ഡയഗ്രാംസ് അഥവാ ഒരു വിഷ്വൽ എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അത് ചാർട്ട്സ് ആയിട്ടോ ഗ്രാഫായിട്ടോ ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, ഒരു 3-4 സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ അതിനൊരു ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാലോ. എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലും മറക്കുകയും ചെയ്യൂല. ആ രൂപത്തിൽ നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓരോന്നിനും പ്രോപ്പറായ എക്സാമ്പിളുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠനം കുറച്ചും കൂടി കാര്യക്ഷമമാക്കാൻ അവിടെ നമുക്ക് കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഹെഡിങ്, അതിന് താഴെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ 2 എക്സാമ്പിളുകൾ, സയൻസും കെമിസ്ട്രിയും ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെ ആ എക്സാമ്പിളുകളും അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ എഴുതി വെക്കുമ്പോൾ ഒരു അഥവാ എങ്ങനെ നോക്കിയാലും വളരെ കൃത്യമായിട്ടുള്ള അറേഞ്ച് ചെയ്ത ഒരു നോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടാണ്. അത് ടീച്ചറുടെ നോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടിയുടെ നോട്ടോ ഒന്നുമല്ല, നമ്മുടെ നോട്ടാണ്. അതിൽ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാം. നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടുകയാണെങ്കിൽ, ഒരു ട്രിക്ക് ടിപ്സ് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് 10 എലമെന്റ് പഠിക്കാൻ വേണ്ടി ഹായ് ഹീലി BBC ന്യൂസ് ഓഫ് ആക്കിയോന്നി ഞാൻ തന്നെ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്ത ഒരു ഏകദേശം 53,054 ആൾക്കാർ കണ്ട വീഡിയോ ഉണ്ട്. അപ്പോൾ അതിലൂടെ എന്താ വെച്ചാൽ പീരിയോഡിക് ടേബിൾ ഈസി ട്രിക്കായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, പാട്ടൊക്കെ പാടി നമ്മൾ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അത് ആ ഷോർട്ട് ട്രിക്ക് എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കാൻ പറ്റണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ നോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മയിൽ വരികയും നമുക്കത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നമുക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നോട്ട് എഴുതുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യണം, എക്സാമിന് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലാവണം, നമ്മുടെ തലയിൽ കയറണം. കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ട് ഒരു നോട്ട് എഴുതി ശീലിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട്. ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോകളിലൂടെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്താണെങ്കിൽ കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അവിടെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഇരുന്ന് എഴുതി അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി വെച്ചാൽ നമുക്ക് അത് എങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത രൂപത്തിൽ ഒരു നല്ല നോട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കിക്കേ, വലിയ ഒരു പോർഷനെ ചെറുതാക്കി മാറ്റാൻ നമുക്ക് നോട്ട് കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ കെമിസ്ട്രി ഒരു എക്സാമ്പിൾ പറഞ്ഞു, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് എല്ലാവരും പഠിക്കുന്നതാണ്. കെമിസ്ട്രിയിലെ ഓരോ മിക്സ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടോ. ഞാൻ ഒരു ഭാഗത്ത് അതിൻ്റെ എല്ലാ മെത്തേഡുകളും എഴുതി, ഇവാപ്പറേഷൻ, ഫിൽട്രേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, സബ്ലിമേഷൻ ഒക്കെ എഴുതി. എന്നിട്ടോ 2 എന്തിൻ്റെ ബേസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വോളറ്റൈലാണ്, അടുത്ത ആൾ നോൺ വോളറ്റൈലാണ്. ഇവിടെ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ്, ഇവിടെ മാസ് ഓഫ് പാർട്ടിക്കിൾ. കണ്ടോ, എന്തിൻ്റെ ബേസിലാണ്. തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ എക്സാമ്പിൾ, സാൾട്ട് ഫ്രം സീ വാട്ടർ, അതേപോലെ തന്നെ ടീ പൗഡർ ഫ്രം ടീ, ബട്ടർ ഫ്രം ക്രീം. ഇതേ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോക്കിയേ, വലിയൊരു പോർഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 4-5 പേജ് പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യം ഒറ്റ ഒരു പേജിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് എക്സാമിൻ്റെ തലേന്ന് നോക്കുവാനൊക്കെ എത്ര എളുപ്പമായിരിക്കും. ഇങ്ങനെ എഴുതിച്ച ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, മറക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ രൂപത്തിൽ നോട്ടിനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ഇനി മുതൽ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പഠനത്തെ കൂടി അല്ലെങ്കിൽ ഇനിയുള്ള നമ്മളെ ഫ്യൂച്ചറിനെ കൂടി ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ നോട്ട് പുസ്തകങ്ങളെ മാറ്റുക. ഒരുപാട് കാലം കഴിഞ്ഞാലും ആ നോട്ട് ബുക്കുകളൊക്കെ വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.